നമ്മൾ ഇന്ന് ബാത്റൂം ക്ലീനിങ്, അതേപോലെ തന്നെ ബാത്റൂം ടൈല്, അതുപോലെ കിച്ചൺ സിങ്ക്, നമ്മുടെ പ്ലാസ്റ്റിക് ബക്കറ്റ് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത് നല്ല അടിപൊളി ഒരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കുന്നതായിട്ട് നമുക്ക് കാണിക്കാം. അപ്പം നമുക്ക് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ഉപ്പ് പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് ഉപ്പ് പൊടിയും കുറച്ച് പേസ്റ്റ് പിന്നെ വിനാഗിരി. അപ്പം ഏത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, പല്ല് തേക്കുന്ന ഏത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തായിട്ട് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേനും നല്ല അടിപൊളി ഒരു സൊല്യൂഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത് വെച്ച് ക്ലീനാക്കി നമ്മൾ നോക്കിയാലേ അതിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പം എന്താണ്ട് നല്ലൊരു ഇതെല്ലാം കൂടെ ഒരു നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ പ്ലാസ്റ്റിക് ബക്കറ്റുകളൊക്കെ തേക്കുന്നതിനും അതിനകത്തുള്ള ഇഴുക്കലും കറയും എല്ലാം നല്ല രീതിയിൽ പോയി കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് തന്നെ നോക്കണം, എന്നാലും അതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കറയും അഴുക്കും എല്ലാം നമുക്കതെന്ന് വെച്ച് തൊട്ടാൽ മാത്രം മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകും. നമ്മൾ ബാത്റൂമിലൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന ബക്കറ്റിലൊക്കെ വെള്ളം ഇരിക്കുകയില്ലേ, അപ്പം അതിനകത്തൊക്കെ ഇതേപോലെ കറിയും അഴുക്കും, പ്രത്യേകിച്ച് വെള്ളമൊക്കെ വറ്റിയ സമയത്ത് അതിൻ്റെ ആ മഞ്ഞക്കറയൊക്കെ പിടിച്ചിട്ട് പോകാനൊക്കെ പാടായിരിക്കും. വെള്ളമൊക്കെ വറ്റിയ സമയത്ത് മിക്കവരുടെയും കളർ വ്യത്യാസമൊക്കെ ആയിരിക്കും, വെള്ളത്തിന് മഞ്ഞ കളറൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കറകളൊക്കെ പോകുന്നതിനായിട്ട് നമുക്ക് ഇത് പ്രയോജനമാണ്. എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ബക്കറ്റിനകത്തുള്ള ഇഴുക്കലും അതേപോലെ തന്നെ മഗ്ഗും ഒക്കെ ഞാൻ ഇപ്പോൾ തേച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് തേച്ച് എടുക്കുകയും ചെയ്യാം. ഇതൊക്കെ ഇടയ്ക്കിരിക്കുന്നത് ഇതേപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇടയ ഭാഗത്തുള്ള കറയും അഴുക്കും എല്ലാം നല്ല എളുപ്പത്തിൽ പോയി കിട്ടും. ഇതേപോലെ നല്ലതൊന്നും വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ കഴുകി കാണിക്കുകയാണ്. എത്ര അഴുക്കുള്ളതാണ് നമ്മൾ തേക്കാതെ തന്നെ ഈ വെള്ളം അതിനകത്തോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തുള്ള ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മാർക്കിട്ടും കാണാൻ. അതിനകത്ത് വിനാഗിരിയുണ്ട്, ബേക്കിംഗ് പൗഡറുണ്ട്, ഉപ്പുണ്ട്, സോഡാപ്പൊടിയുണ്ട്, സോഡാപ്പൊടിയുണ്ട്, അതേപോലെ തന്നെ ഉപ്പ് പൊടിയുണ്ട്, അതേപോലെ തന്നെ വിനാഗിരിയുണ്ട്, പേസ്റ്റുണ്ട്. അപ്പം ഇത് 4 മാത്രം മതി. ഇനി നമ്മൾ ആ സിങ്കൊക്കെ ഒന്ന് തേച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അത് വെച്ചൊന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ തേക്കുന്ന ബ്രഷ് ഇതിന് മുമ്പ് ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് മുറിച്ചെടുത്തിട്ട് നമ്മൾ സ്ക്രബ്ബർ അതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഉള്ളിയൊക്കെ മേടിക്കുമ്പോൾ ഉള്ളിയും കിഴങ്ങൊക്കെ മേടിക്കുമ്പോൾ ആ വലയുണ്ടല്ലോ, അത് അതിനകത്ത് വെച്ചിട്ട് കിട്ടുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ വെട്ടി തിളങ്ങിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് സ്റ്റീലിൻ്റെയൊക്കെ ഗ്യാസ് എടുപ്പ് ഇത് വെച്ച് ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമുക്ക് തേച്ച് എടുക്കാവുന്നതാണ്. അതിനകത്ത് ബ്രഷ് ഒന്നും തന്നെ ഇട്ട് വരയ്ക്കേണ്ട കാര്യമില്ല, നല്ല രീതിയിൽ പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് സിങ്ക് ഞാനിപ്പം വീഡിയോ ലെങ്ത് ആകണ്ടെന്ന് വെച്ചിട്ട് ഞാനതൊന്നും കാണിക്കുന്നില്ല. കയ്യിൽ ഒന്ന് തേച്ച് കാണിച്ചു തരാം. കാരണം നമ്മൾ സ്ഥിരം കുളിക്കുമ്പോഴത്തേനും ആ മതിലൊക്കെ പുള്ളിയായിട്ട് കരിമ്പനായിട്ട് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് പൈപ്പ് അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുഭാഗത്തും അതേപോലെ തന്നെ ടൈലിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ആ ബ്രഷ് വെച്ച് ഞാൻ തേച്ച് കൊടുക്കുകയാണ്. ഇപ്പോഴും നമ്മൾ തേച്ച് ബാത്റൂം കഴിയേണ്ട കാര്യമില്ല. കാരണം പെട്ടെന്ന് കയറി പോലെയൊക്കെ ഉള്ള പാടുകളൊക്കെ മാറിക്കിട്ടാൻ ഇത് വളരെ നല്ലതാണ്. ഇങ്ങനെ ചെയ്താൽ ഫ്ലോറ് എല്ലാം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ടൈല് ഞാൻ തേച്ചിട്ട് കണ്ടോ, അപ്പോൾ തന്നെ നമ്മൾ കഴുകി ഇറക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി വരുന്നത് നമ്മൾ ക്ലോസറ്റിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ച് നാക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഉരച്ച് തേച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് കറയൊന്നും കയറി പിടിക്കത്തതുമില്ല. അപ്പോൾ അതുകൊണ്ട് ബാത്റൂമിൻ്റെ കാര്യവും കഴിഞ്ഞിട്ടുണ്ട്.